കഞ്ഞി, വെറും കഞ്ഞിയല്ല, നോമ്പ് കഞ്ഞി, നല്ല ഇറച്ചിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു നോമ്പ് കഞ്ഞി. ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് 1 കപ്പ് പച്ചരി, അതിലേക്ക് 1/2 കപ്പ് പായസപ്പരിപ്പ്, 1 സ്പൂൺ കടലപ്പരിപ്പ്, ഒരു ലേശം ഉലുവ. ഇവയെല്ലാം നന്നായി കഴുകി കുതിർത്തി വെക്കാം. പിന്നെ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുക്കാം. അപ്പം നമുക്ക് തുടങ്ങാം. ഈ റംദാൻ കാലത്ത് നോമ്പ് കഞ്ഞി ഇല്ലാത്ത എന്ത് ഇഫ്താറാണുള്ളത് അല്ലേ? അപ്പം കുക്കറ് വെച്ച് നന്നായി ചൂടാവുമ്പം നമ്മുടെ എണ്ണയിൽ നെയ്യും ഓയിലും ഒഴിച്ച് പട്ട, ലവംഗം, അതൊക്കെ ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ട് ഇത്തിരി അണ്ടിപ്പരിപ്പ് ഇട്ട് ചതച്ച് വെച്ച ചെറിയുള്ളി, അത് ഒരു ലേശം വാട്ടി വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതും കൂടി ഇട്ട് മല്ലിയിലയും പുതിനയും ഇവയെല്ലാം നന്നായിട്ട് നമ്മൾ പച്ചമണം പോണവരിക്കും റോസ്റ്റ് ചെയ്യണം കേട്ടോ. അധികം തക്കാളി വേണ്ട, 1 തക്കാളി മതി. നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം. എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടായില്ല. ആവശ്യത്തിനുള്ള കല്ലുപ്പ്. ഇവയെല്ലാം നന്നായിട്ട് വഴണ്ട് വരുമ്പം നമ്മൾ മിൻസ്ഡ് ചിക്കൻ, അതായത് ബോൺലെസ് ചിക്കൻ എടുത്ത് മിക്സിയിൽ ഒരു അടി ഇടിച്ചാൽ മതി. മിൻസ്ഡ് ചിക്കനായി. ഇതിലേക്ക് മട്ടൻ വേണമെങ്കിലും ചേർക്കാം, വെജ് ആണെങ്കിൽ പച്ചക്കറി ഇടാം, അത്ര തന്നെ. അത് നന്നായിട്ട് മസാലയ്ക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ഇടാം കേട്ടോ. നന്നായിട്ട് ഇറച്ചിയൊക്കെ മസാലയിൽ മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മൾ കുതിർത്തി വെച്ച് എന്തിട്ടാണ് പച്ചരി, പായസപ്പരിപ്പ്, ഇച്ചിരി കടലപ്പരിപ്പ്, പിന്നെ ലേശം ഉലുവയും ഇതെല്ലാം കുതിർത്തി വെച്ച അരി ഇതിലേക്ക് ഇട്ട് ഇരട്ടി, അതായത് 1 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. ഇതിട്ടതിന് ശേഷം ഒരു 5-6 വിസിൽ കണ്ണടച്ചങ്ങൾ കൊടുത്തോ. അത് കഴിഞ്ഞിട്ട് ഈ സമയത്ത് നല്ലൊരു മണം കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് ഫിനിഷിങ്ങിന് വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ. കണ്ടോ, ഒരു 5 വിസിലായിട്ട് ഞാൻ കൊടുത്തത്. നല്ല അടിപൊളി നോമ്പ് കഞ്ഞിയാണേ. ഇതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാലും ഒഴിച്ച് ഒരൊറ്റ തല, വേണമെങ്കിൽ മല്ലിയിലയുടെ രുചി ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇപ്പൊ വിതറാം. അടിപൊളി നോമ്പ് കഞ്ഞി, എൻ്റെ പൊന്നോ, വയറും മനസ്സും ഒരുപോലെ നിറയും. അപ്പോൾ ഈ ഇഫ്താറിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഒരുപാട് റംദാനിനെ പ്രമാണിച്ച് വീഡിയോസ് വരും. സ്റ്റേ ട്യൂൺ. ലവ് യു ഓൾ. ബൈ.